തൃപ്പൂണിത്തറ പാലസിലാണ്. ഇവിടെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ പെർമിഷൻ 2200 രൂപ, ഡെപ്പോസിറ്റ് 10000 രൂപ. പക്ഷേ എന്താ മെയിൻ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗാർഡൻ്റെ വീഡിയോ എടുക്കണത് 2700 രൂപ. അപ്പം അത് നമ്മൾ വേണ്ടാന്ന് വെച്ച്. അല്ലെങ്കിൽ ഞാൻ അകത്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ പെർമിഷൻ എടുത്തിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പറ്റത്തില്ല. പിന്നെ ഒരാളുടെ ഫീസ് 50 രൂപയാണ്, പിള്ളേർക്ക് ഇല്ല 10 വയസ്സിന് താഴെ. പിന്നെ മെയിനായിട്ട് ക്യാഷ് കൊണ്ടുവരണം. പഴയ പോലെ തന്നെ ഇപ്പോഴും ഗൂഗിൾ പേയും സെറ്റപ്പൊക്കെ വന്നിട്ട് ഇപ്പോഴും ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല. അപ്പോൾ ലിക്വിഡ് ക്യാഷായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ പാസ് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരു 150 വർഷത്തിന് മേളിൽ പഴക്കം കാണുമായിരിക്കും. ഇപ്പോഴേ ഇതുങ്ങളൊക്കെ തളർന്നല്ല സ്റ്റെപ്പ് കയറുക. അപ്പം ഇതൊരുപാട് രാജതന്ത്രങ്ങളും മെനഞ്ഞ ഒരു സ്ഥലമാണ്. ഒരുപാട് കൂടിക്കാഴ്ചകളും ഒരുപാട് എന്താ പറയുക, ഇതിൻ്റെ അങ്ങേറ്റം വരെയൊക്കെ കാറ് പോകും. വണ്ടിയൊക്കെ എൻ്റെ അവിടം വരെ പോയിട്ട് തിരിച്ച് വേണം ഇവിടെ കൊണ്ടിടാം, അല്ലെങ്കിൽ അവിടെ തന്നെയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇങ്ങനെ സ്റ്റെപ്പും ഉണ്ട് രണ്ടും. അത് രണ്ടിൻ്റേതായ ഭംഗി. റോഡാണെങ്കിൽ കറങ്ങി കയറാം, ഇതിങ്ങനെ നേരെ കയറാം. ശരിക്കും ഇത് കുന്നിൻ്റെ മേളിലിരിക്കുന്ന ഒരു കൊട്ടാരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹിൽ പാലസ് എന്ന് പേരിട്ടേക്കണേ. കുന്നു കൊട്ടാരം മലയാളത്തിൽ പറയുമ്പോൾ എന്താ പോലെ അല്ലേ. നല്ല ചൂട് വിയർത്തൊരു പരിവായി ശിങ്കിരി. അതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. എറണാകുളം ഫുള്ള് കാണാം. ഞങ്ങളെല്ലാ സിനിമയിലുള്ള ആ സംഭവത്തിൻ്റെ അകത്തോടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഭയങ്കര ചരിത്ര പ്രാധാന്യം, കൊച്ചിയുടെ ചരിത്രം പറയുന്നൊരു എന്താ പറയുക പാലസാണ്. അപ്പോൾ ഇതിൽ കൂടുതലും എൻ്റർടൈനിങ് ഒന്നുമല്ല, കൂടുതലും ചരിത്രങ്ങളാണ് പറയാനുള്ളത്. അപ്പം ചരിത്രത്തോട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വായിച്ച് പോകാം, ഏത് കഥകളൊക്കെ മനസ്സിലാകും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഞായറാഴ്ച അല്ലെങ്കിൽ സ്ഥലം കാണാൻ വേണ്ടി വരുന്നതാണെങ്കിൽ ജസ്റ്റ് കണ്ട് പോവാം, അത്രയാണ് വരുന്നത്. പിന്നെ ഒരുപാട് ഫേമസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഒരുപാട് കുളികൾ സാക്ഷ്യം വരുത്തിയ കുളം. ഈ കുളം കാണാൻ വേണ്ടി അപ്പുറം വരെ പോയിട്ട് അവിടെ പൂട്ടിയിട്ടൊക്കെ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഹിൽ പാലസിൻ്റെ എല്ലാ സംഭവങ്ങളും കണ്ടു. പക്ഷെ മെയിനായിട്ട് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, രാവിലെ വരാൻ നോക്കണം. രാവിലെ വന്നാൽ മാത്രമേ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി പോകും. കാരണം ഇവിടെ ക്യാൻറ്റീനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ജ്യൂസും വെള്ളവും ഐസ്ക്രീമൊക്കെ മാത്രമേ ഉള്ളൂ, ഫുഡൊന്നുമില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും മുന്നേ ഫുഡ് കൊടുക്കാൻ പറ്റില്ലായിരിക്കും, അതങ്ങനെ വല്ലതായിരിക്കും. എന്നാലും നിങ്ങൾ മാക്സിമം ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഒരു 1 മണിക്ക് ഇറങ്ങുന്ന രീതിയിലൊക്കെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് വെള്ളം കൊണ്ടുവരിക. വെള്ളം ഇവിടെ ഉണ്ട്, 2 സ്ഥലത്ത് ഞാൻ വെള്ളം കണ്ടു, എന്നാലും വെള്ളം മെയിനായിട്ട് കൊണ്ടുവരിക. പിന്നെ മാക്സിമം ഒരു ദിവസത്തെ ട്രിപ്പിൻ്റെ ഒരു സൈഡ് മാത്രം ആക്കുക. ഫുൾ ഇത് കാണാൻ വേണ്ടി വന്നാൽ അത്ര മാത്രമൊന്നും കാണാനില്ല നോർമലി. നീ നടക്കണം നോക്കിയാണ്. പിന്നെ ഞാനും വൈഫും കൊച്ചും പിന്നെ അമ്മയായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം വന്നപ്പോഴും ഈ ഒരു സൈഡ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നടക്കാനൊക്കെ അടിപൊളിയാണ്. സ്ഥാനത്തിനും തൃപ്പൂണിത്തുറ പാലസും തമ്മിൽ എന്താ ബന്ധമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഈ സാധനം വെച്ചിട്ടുണ്ട്. കുഞ്ഞി ഹിൽ പാലസിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ടുണ്ടല്ലോ, ശരിക്കും എനിക്ക് തോന്നുന്നത് ചില സാധനങ്ങളൊക്കെ കാണുമ്പം ഇതിൻ്റെ അടിയിലോട്ടും ഒരുപാട് നിലകളോ അല്ലെങ്കിൽ ഒരുപാട് സെറ്റപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രാജാക്കന്മാരൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിതുവരെ എടുക്കാനോ അങ്ങനെ ആരെയും കാണിക്കാനോ ഉള്ളൊരു സെറ്റപ്പ് ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് അപ്പുറ സൈഡാണെങ്കിൽ ഇപ്പുറ സൈഡൊക്കെ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു നിഗൂഢത നിറഞ്ഞൊരു ഇതുപോലെ തോന്നും. കാരണം വെച്ചാൽ അപ്പുറം ഇപ്പുറം സൈഡൊക്കെ ഒരേ ലെവലിൽ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ പല സ്റ്റെപ്പുകളും പഴയ ആ സ്റ്റെപ്പിങ്ങിൻ്റെ സംഭവങ്ങളും പിന്നെ ചില സംഭവങ്ങളൊക്കെ തോന്നുമ്പം നമ്മൾ
കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ അതൊക്കെ മനഃപൂർവ്വം മൂടിക്കളഞ്ഞ പോലെ ആയിരിക്കും. ഇത് ഫ്രണ്ടിൽ തന്നെ ഒരു കുളമാട്ടോ. അങ്ങനെ അടിക്കഠിനമായ ആ ഒരു തൃപ്പൂണിത്തറ ഹിൽ പാലസ് നമ്മൾ കണ്ടു കഴിഞ്ഞിറങ്ങി. പക്ഷേ എനിക്ക് അത്ര വൃത്തിയായിട്ട് ഇപ്പം തോന്നിയില്ല. പണ്ട് വന്നപ്പോൾ അടിപൊളിയായിരുന്നു, പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, സെറ്റപ്പായിട്ട് തോന്നിയില്ല. അപ്പം ഒരു എന്താ പറയുക, ഒരു ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ആയിരിക്കും. ചരിത്രപരമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്കോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതി മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. എനിക്കാണെങ്കിലും ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഒട്ടും പറ്റിയില്ല. അപ്പോൾ അതേപോലെ കാര്യങ്ങളൊക്കെ നോക്കി വരിക. പക്ഷേ ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. മിസ് ചെയ്യാണ്ട് വന്ന് കാണണം. ഓക്കെ, ബൈ. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് മാക്സിമം അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കകത്തുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസുകൾ ഇതിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം. ആദ്യം കാണിച്ചത് രാജാവിൻ്റെ ചെയറാണ്, നമ്മുടെ കസേര സിംഹാസനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പ്. പിന്നീട് കുറച്ച് ഇങ്ങനെ വാള് മറ്റ് സംഭവങ്ങൾ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ആരാണ് അവിടെ ഭരിച്ചിരുന്നതും ഫസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്ക് എല്ലാം ഒന്നും എന്താണെന്ന് ഓർമ്മയില്ല. ഇതൊക്കെ ആനക്കൊമ്പിൽ തീർത്ത ഓരോ ശില്പങ്ങളാണ്. ഇതൊക്കെ പക്ക ആനക്കൊമ്പിൽ കൊത്തി ഉണ്ടാക്കിയ സാധനങ്ങൾ. അതിൽ ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനും പിന്നെ ഇത് പറയാൻ അവിടെ സ്റ്റാഫ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ പറയണത്. പക്ഷേ അവർ ഫോണിൽ കളിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും, നമുക്കൊന്നും പറഞ്ഞു തരത്തൊന്നുമില്ല. ചോദിച്ചാൽ അത് എന്തൊക്കെയോ ആൻസറൊക്കെ പറയും, അല്ലാണ്ട് എക്സ്പ്ലനേഷൻ ചെയ്തു തരാനൊന്നും ഒരാളില്ല. പക്ഷേ എല്ലാ റൂമുകളിലും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ആളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറുതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ എന്താണ് സംഭവം എന്നൊക്കെ. ഇതൊക്കെ പഴയ മറ്റേ കുതിരവണ്ടിയിലായിട്ടും പല്ലക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ മറ്റേ വിളംബരങ്ങളൊക്കെ അറിയിക്കുന്ന സാധനമില്ലേ, ആ ഒരു സംഭവമാണ്. പിന്നെ എല്ലാവർക്കും നിങ്ങൾ അവിടെ പോയി തന്നെ കാണണം. പിന്നെ നമ്മളതൊരു ഇതിലായിട്ട് എടുത്തപ്പോൾ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോട്ടോസും മാത്രമേ ആഡ് തരാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവിടെ അങ്ങനെ അങ്ങനത്തെ പെർമിഷൻസും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയ സംഭവം ഇങ്ങനെ ഈ ഇരുമ്പ് കൂടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ ചിത്രവധം ചെയ്ത് കൊല്ലുന്ന സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു പർപ്പസ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഫുഡ് അങ്ങനെ എന്തെങ്കിലും കളക്ട് ചെയ്ത് വെക്കാനായിരിക്കും. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോരോ സാധനങ്ങൾ, ചെറിയ ചെറിയ കാശുകൾ, പിന്നെ ഇടുക്കി സംബന്ധമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇത് പക്ക ആനക്കൊമ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവിടെ ഗോൾഡിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയും ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നോർമലി ഉള്ള സംഭവങ്ങളെല്ലാം വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് കാണാൻ പറ്റും. പിന്നെ അവിടെ മെയിനായിട്ടൊരു ആംബിയൻസിൽ പോയിട്ട് ഓരോ സംഭവങ്ങൾ കാണും.